പ്രണയം കൊണ്ടാകണം തിരുനബിയിലേക്ക് നമ്മൾ ചേരേണ്ടത്. അങ്ങനെ ചേർന്നവരാണ് സഹാബാക്കൾ. തിരുനബിയുടെ മുമ്പിൽ വന്ന് നിൽക്കുന്ന സഹാബാക്കളുടെ രീതിയെക്കുറിച്ച് ചരിത്രം ഇത്ര കൗതുകത്തോടെയാണ് പറയുന്നത്. ആ മുഖം കാണാൻ വേണ്ടിയിട്ട് ജീവിതത്തിന്റെ സകലമായ ഏർപ്പാടുകളും ഒഴിവാക്കിയിട്ട് വന്ന് നിന്നവർ. അപ്പോഴാണ് ഒരാളോട് ചോദിക്കുന്നത്, ശോഷിച്ചു പോയിട്ടുണ്ടല്ലോ, ക്ഷീണിച്ചു പോയിട്ടുണ്ടല്ലോ, എന്തേ ഈ ക്ഷീണത്തിന്റെ കാരണം? അയാൾ പറഞ്ഞു, നബിയെ, എനിക്ക് ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടം അങ്ങയോടാണ്. ജീവിതത്തിന്റെ മറ്റു പ്രാരാബ്ദങ്ങളെ കുറിച്ചൊക്കെ ആലോചിച്ചാലും അതിനേക്കാളും ഈ മുഖം കാണാൻ ആഗ്രഹിച്ചു പോകും. ഇവിടേക്ക് വന്നാലേ എനിക്ക് സന്തോഷം കിട്ടുന്നുള്ളൂ നബിയെ. ഇപ്പോൾ റസൂൽ മൗനിയായി നിന്നു. പ്രണയത്തിന്റെ ആ വല്ലാത്ത വാക്കുകൾ കേട്ട് തിരുനബി ഇങ്ങനെ നിൽക്കുമ്പോൾ അയാൾ പറയാൻ തുടങ്ങി, നബിയെ, മരിച്ചു പോയാലോ, മരിച്ചിട്ട് സ്വർഗം കിട്ടിയാലോ? ആ സ്വർഗത്തിന് പോലും ഒരു അരുതി തോന്നുന്നു. മറ്റൊന്നും കൊണ്ടല്ല, അങ്ങ് സ്വർഗത്തിന്റെ ഉന്നതമായ സുഖസോപാനങ്ങളിൽ ഇരിക്കവേ എനിക്ക് സ്വർഗത്തിന്റെ ഏതെങ്കിലും ഒരു മൂലയിലാണ് സ്ഥാനം കിട്ടുന്നതെങ്കിൽ പിന്നെ സ്വർഗം കിട്ടിയിട്ട് പോലും എന്താണ് സൗഭാഗ്യ കാര്യമെന്ന് ചോദിച്ച ഒരാൾ. മറുപടി പറയാൻ പുണ്യനബിക്ക് കഴിഞ്ഞിട്ടില്ല. വിശുദ്ധ ഖുർആനാണ് പറഞ്ഞത്, അല്ല, ആ പ്രണയത്തിന് സ്വർഗത്തിൽ ഒരുമിച്ചിരിക്കാനാകുമെന്ന് ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തു. പ്രണയം കൊണ്ട് പൂത്തുപോയ മനുഷ്യരുടെ ജീവിതം സ്വഹാബത്തിന്റെ ജീവിതത്തിലെമ്പാടും കണ്ടതാണ്.